എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കണക്ക് പാർക്കുട്ടി. മാത്സ് എനിക്ക് അത്ര വശമില്ല. വശമില്ലാഞ്ഞിട്ടല്ല, പാർക്കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ല, അതല്ലേ സത്യം. ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ആ മാജിക് സ്റ്റിക്ക് വെച്ച് 2 കറക്ക് കറക്കി കഴിഞ്ഞാലേ കണക്ക് ശരിയാവത്തില്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ച് കണക്ക് ചെയ്യാൻ പാടില്ലെന്നാ ഞങ്ങളുടെ മൂത്തോൻ പറഞ്ഞിരിക്കുന്നത്. മൂത്തോനോ? ആ, ഇപ്പൊ മൂത്തോനൊക്കെ ഉള്ളതാണല്ലേ. പിന്നെ ഏഞ്ചൽ ആവാൻ ഏത് കോഴ്സാ പഠിക്കേണ്ടത്? അയ്യോ, ഇതിന് കോഴ്സ് ഒന്നും ഇല്ല. പിന്നെ PSC എഴുതി കയറിയതാണോ? പാർക്കുട്ടി, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജനിക്കുമ്പോഴേ ഏഞ്ചലായിട്ടാ ജനിക്കുന്നത്. ഓ, ഏഞ്ചലിന്റെ ഒക്കെ ഒരു ഭാഗ്യം. കണക്ക് എഴുതണ്ടല്ലോ. പാർക്കുട്ടി ഇരുന്ന് കണക്ക്. മഹാത്ഭുതം. പഠിക്കണ അത് കണക്ക്. അമ്മായ കനകന്റെ ഓടി വരൂ. എന്താടാ? അത്ഭുതം തന്നെ, ചെറിയ അതിശയം. എല്ലാവരുടെയും കുറ്റം ഞാൻ പഠിക്കുന്നില്ലെന്നല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് പഠിച്ചേക്കാം. എന്നാലും നമ്മൾ ആരും പറയാതെ പാറു ഇരുന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞ ഈ ശുഷ്കാന്തിയൊക്കെ എത്ര ദിവസം കാണുമോ എന്തോ. ദിവസവും എത്ര മിനിറ്റിൽ തന്നെ കാണുമെന്ന് ചോദിച്ചു. ഇപ്പൊ തീരും. എല്ലാരും ഒന്ന് മിണ്ടായിരിക്കാവോ? എല്ലാരും ഒന്ന് പോകുന്നുണ്ട്, ഞാൻ പഠിക്കുമല്ലേ. പാറു എതുനാലും നല്ല കുഴந்தை ആഹാരത്തേക്ക് മുടിവെടുത്തിട്ടാ. എല്ലാരും മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞേ? ആന്റി ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാരും ഒന്ന് പോയേ, ഞാൻ പഠിക്കുവാ. ദേഷ്യത്തിന് കൂടിപ്പോയല്ലേ? ഭയങ്കരമായിട്ട്. ചേച്ചിയോടല്ല, ദേഷ്യം കൂടിപ്പോയി പാറു. അമ്മായോടല്ല. അപ്പൊ എന്നോടായിരിക്കും. അല്ല. அப்படின்னு എങ്കിട്ടിയാ? അല്ല ആന്റി. എല്ലാരും ഒന്ന് പോയേ, ഞാൻ പഠിക്കുവല്ലേ. അയ്യോ, പഠിച്ചോ. വല്ലപ്പോഴൊക്കെ നടക്കുന്ന കാര്യങ്ങളാ, നമുക്ക് ശല്യപ്പെടുത്തണ്ട. പോവാ. ആടാ കേശു. பாரு, உனக்கு குடிக்கிறதுக்கு ஏதாவது தேவை இருந்ததுன்னா சொல்லு, கொண்டு தரேன். പറയാം. എന്താ പാറൂസ് ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എന്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മാലക കാണാൻ പറ്റും. ഇന്ന് പാറു നല്ല കുട്ടിയായിരുന്നു കേട്ടോ. ആണോ? അതെ, കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്തു. രാവിലെ എണീറ്റു, പല്ല് തേച്ചു, നന്നായിട്ട് പഠിച്ചു, കുളിച്ചു, എല്ലാവരോടും നന്നായിട്ട് പെരുമാറി. ഇനി എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കണം. അത് വേണോ? അത് വേണം. ഇല്ലെങ്കിൽ ലച്ചു ചേച്ചിയും കേശുവേട്ടനും വീഴ്ത്തിയ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ വീഴ്ത്തണോ? ഇല്ലെങ്കിൽ കൊമ്പ് ഉളപ്പിക്കാം അല്ലേ? വേണ്ട. ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴേ മൂത്തോ വഴക്കുറയത്തില്ലേ? ഇതിനൊക്കെ പെർമിഷൻ തന്നിട്ടുണ്ട്.
നേരത്തെ കയറി കിടന്നാ? ഇന്ന് മൊത്തത്തിൽ നല്ല കുട്ടിയായിരുന്നല്ലോ. എന്നതുപോലെ ആയിരിക്കണേ. ഇനി എന്നും ഇതുപോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. എന്നാ കിടന്ന് ഉറങ്ങിക്കോ. ചേച്ചി വീട്ടില് എന്തോ ഒരു കുഴപ്പമുണ്ട്. അമ്മായി പറഞ്ഞ കറക്റ്റ് ആണ്. എന്തോന്ന്? പ്രേതബാധ വല്ലതും തോന്നുന്നുണ്ട്. പ്രേതബാധമൊന്നുമില്ല, മാലാക മാത്രമേ ഉള്ളൂ. കിടന്നുറങ്ങുക കേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, അവളും അവളുടെ മാലാകി. എന്നാ ഉറങ്ങിക്കോ. നാളെ വരുമോ? വികൃതി കാണിച്ചാ ഞാൻ വന്ന് പാല് മുളപ്പിച്ചിട്ട് പോകും. ഞാൻ വികൃതി കാണിക്കത്തില്ല. എന്നാ പാർക്കുട്ടി കിടന്നുറങ്ങിക്കോ. പാർക്കുട്ടി ഉറങ്ങിയിട്ട് ഞാൻ പോകത്തുള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കേശു, എടാ കേശു, ലച്ചേച്ചി. ഉറങ്ങിയാ? ഉറങ്ങി. താങ്ക്സ് ഉണ്ട് കേട്ടാ. കേശു, ഇനി ഞാനിതൊന്ന് ഊരിക്കോട്ടെ. കുറെ നേരം എനിക്ക് ചൂടെടുക്കുന്നു. ഓരിക്കോ, ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. എന്റെ പൊന്നിടാവേ, വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് തന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. അങ്ങനെങ്കിലും അവളെ നന്നാവട്ടെന്ന് വിചാരിച്ചു. കേശേ, എന്തായാലും പരിപാടി കൊള്ളാം. അവളിനി നന്നാവോടി. എന്തായാലും ഒരു പൊടിക്കടങ്ങും. நீங்க ரொம்ப சூப்பரா நடிச்சீங்க. താങ്ക് യു. ആരാ ആള്? യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ് അല്ലേ? അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ലായിരുന്നു. എന്നാ ഞാൻ പിന്നെ ഇറങ്ങട്ടെ. കേശു എന്നൊന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടണേ. ഓ, ഞാനും കുറെ നാളായിട്ട് വിചാരിക്കാണ് ഏഞ്ചലിന്റെ കൂടെ ഒരു നൈറ്റ് വാക്കിന് പോകണം. അമ്മായിയെ, എന്തോ? ഏഞ്ചലിനെ അമ്മായി ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, വാ. കേശു, മന്തിയുടെ കാര്യം മറക്കണ്ട. അമ്മായി മേടിച്ച്. ബൈ. ബൈ. കാണാട്ടാ. കാണാട്ടാ. மறுபடியும் வா. ബൈ. ടാറ്റാ. ഞാൻ കൊണ്ടാക്കിട്ട് വരാമേ. ഒരു കൊച്ചിനെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടാന്ന് ആലോചിച്ച് നോക്കണേ. ഒരു മാന്ത്രിക വടി. കനകാൻഡി, ഡി ബേക്കർ. കനകാൻഡി, ദീപേക്കർ.